നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഈ ടി.വി. സീരീസൊക്കെ കാണുമ്പം രാമായണം, മഹാഭാരതമൊക്കെ കാണുമ്പം ഒരു ഒരു ഗുരു ഒരു മരത്തിൻ്റെ താഴെ ചെ കുറച്ച് പിള്ളേരെ പഠിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതാണ് ഗുരുകുലം എന്ന് നമുക്ക് പറഞ്ഞു തരും. പക്ഷേ അതാണ് ഇന്നത്തെ സ്കൂളെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഒരിക്കലും, അല്ലേ? ഗുരുകുലം ശരിക്ക് ഇന്ത്യയുടെ തന്നെ ഒരു പഴയ എഡ്യൂക്കേഷൻ സിസ്റ്റമായിരുന്നു. ആ സിസ്റ്റത്തിൽ 3 എലിമെൻറ്റ്സാ ഉള്ളത്. ഒരു ഗുരു, ഒരു ശിഷ്യൻ, പിന്നെ ഒരു ആശ്രമം. അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഹോസ്റ്റൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് നിന്ന് അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ ആശ്രമത്തിൽ നിന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പം പഠിപ്പ് തീരുന്നവരെ ആ കുട്ടിക്ക് മാറി നിൽക്കുക അല്ലെങ്കിൽ വീട്ടിൽ വരിക അങ്ങനത്തെ ഓപ്ഷനൊന്നുമില്ല. അപ്പം ഞാനിതിനെപ്പറ്റി കുറേ റീസെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതായത് നമ്മുടെ സ്കൂള് ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം ശരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു 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 കുട്ടീനെ എങ്ങനെ ഒരു സ്പെസിഫിക് സബ്ജക്റ്റ് പഠിപ്പിച്ച് ഒരു സ്പെസിഫിക് സിലബസ് വെച്ച് എങ്ങനെ ഗ്രേഡ്സ് വെച്ച് ഒരു കൊച്ചിൻ്റെ എബിലിറ്റി, ഒരു കൊച്ചിൻ്റെ സ്മാർട്ട്നെസ് ടെസ്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷേ ഗുരുകുലത്തിൽ ഒരു സ്പെസിഫിക് സിസ്റ്റം ഉണ്ടായിരുന്നു. ഒരു കൊച്ചിൻ്റെ സ്മാർട്ട്നെസ് ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടോ മാത്രമായിരുന്നില്ല. അത് ഒരു ഹോളിസ്റ്റിക് ലേണിംഗ് ആണ്. ഫുൾ ഒരു കുട്ടിയുടെ ലൈഫ് ഡെവലപ്പ് ചെയ്യുന്നൊരു പ്രോസസ്സായിരുന്നു. അപ്പം ഏറ്റവും ആദ്യം ഒരു കൊച്ചിനെ അഡ്മിഷൻ എടുക്കുന്ന ഉടനെ തന്നെ ആ കൊച്ചിൻ്റെ ഉപനയനം ചെയ്യിപ്പിക്കും. ആ കാലത്ത് ഉപനയനം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പഠിക്കാനുള്ള ഒരു ഗുരുകുലത്തിൽ പഠിക്കാനുള്ളൊരു ഇത് ഓപ്ഷൻ ഓപ്പൺ ആവുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ആ കൊച്ച് ഇനി പഠിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു ബ്രഹ്മചര്യ എന്നുള്ളൊരു ഫേസിലാണ് പഠിക്കേണ്ടത്, ഫുൾ ഫോക്കസ് ആയിട്ട് പഠിക്കാൻ വേണ്ടി. അവരുടെ റൂട്ടീൻ ഇപ്പോഴത്തെ റൂട്ടീൻ പോലെ ആയിരുന്നില്ല. ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞൊരു മുഹൂർത്തം, വെളുപ്പിനെ എണീറ്റ് തൊട്ടടുത്തുള്ളൊരു നദിയിൽ പോയി മുങ്ങി കുളിക്കണം. കുളിച്ച് സൂര്യ നമസ്കാരം ചെയ്ത് കുറച്ച് യോഗയൊക്കെ ചെയ്ത് ആണ് ഒരു 7-7:30 ആകുമ്പോൾ ആണ് അവിടെ സ്കൂൾ തുടങ്ങുന്നത്. സ്കൂളെന്ന് പറഞ്ഞാൽ ആശ്രമത്തിൽ പിള്ളേർ വന്ന് ഇരിക്കും. അന്ന് പഠിപ്പിക്കാൻ വരുന്ന ഗുരുക്കൾ, ടീച്ചേഴ്സ് ശരിക്കൊരു ഭയങ്കര അവർ തന്നെ നന്നായിട്ട് പഠിച്ച സ്കോളേഴ്സ് ആയിരിക്കും. അപ്പം അവരാണ് സിലബസ് എന്തായിരിക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് പിള്ളേർക്ക് വേണ്ടി. അപ്പം ഒരു 7-7:15 തൊട്ട് 11-15 വരെ കുറേ സബ്ജക്ട്സ് ഉണ്ടാവും. ഒരു 18-20 സബ്ജക്ട്സ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ഒരു ബ്രേക്ക് ആയിരിക്കും. അവർക്ക് ഭിക്ഷാടൻ എന്ന് പറഞ്ഞൊരു കാര്യത്തിന് പോവും. അവർക്ക് കിട്ടിയ ഫുഡ് കഴിച്ച് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2-2:30 ആകുമ്പോഴാണ് അവരുടെ ബാക്കിയുള്ള ക്ലാസ്സസ് സ്റ്റാർട്ട് ആവുന്നത്. അത് ഒരു ഈവനിങ് ആകുമ്പോഴേക്കും ആ ക്ലാസ്സസ് തീരും. പിന്നെ നമ്മളിപ്പം നമ്മുടെ വീട്ടിലൊക്കെ നാമം ചെല്ലുന്ന പോലെ അവിടെയും സന്ധ്യാവന്ദനമൊക്കെ പാടി ക്ലാസ് തീർന്ന് പിന്നെ അവർ ഡിന്നർ കഴിക്കും. ഡിന്നർ കഴിച്ച് ഉറങ്ങും. അങ്ങനെയായിരുന്നു. ഭയങ്കര സിമ്പിൾ ഒരു റൂട്ടീനായിരുന്നു. ആ ക്ലാസ്സിൽ അപ്പം അവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ക്ലാസ്സസിൽ പഠിപ്പിക്കുന്ന സബ്ജക്ട്സ് നമ്മളിപ്പം എപ്പോഴും ഇങ്ങനെ നമ്മളൊരു ഗുരുകുലത്തിൻ്റെ ഫോട്ടോ കാണുമ്പം ചില ശിഷ്യന്മാരിരുന്നൊരു ഹോമം കഴിക്കുന്ന ഫോട്ടോ ആയിരിക്കും നമ്മൾ കാണുന്നത്, ഇല്ലെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലുന്നൊരു വീഡിയോ ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ഗുരുകുലത്തിൽ പോകുന്ന പിള്ളേർ പൂജ പഠിക്കാനും മന്ത്രങ്ങൾ പഠിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം പോകുന്നതെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. അത് ഭയങ്കര ഒരു തെറ്റായിട്ടുള്ളൊരു വിശ്വാസമാണ്. ഗുരുകുലത്തിൽ പഠിപ്പിക്കാത്ത ഒരു വിഷയവുമില്ല. മാത്തമാറ്റിക്സ്, നമ്മുടെ ആസ്ട്രോണമി, ആസ്ട്രോളജി, മ്യൂസിക്, പിന്നെ മെഡിസിൻ,
ഡിഫെൻസ്. നമ്മളിപ്പം പഠിക്കുന്ന സബ്ജക്ട്സ് ഒന്നുമല്ല, അവരെ പഠിപ്പിക്കേണ്ടായിരുന്നത് നമ്മൾ ശരിക്കും വേദങ്ങളിൽ നിന്ന് എടുത്ത ചാപ്റ്റേഴ്സ് ആയിരുന്നു, കോർ സബ്ജക്ട്സ് ആയിരുന്നു പഠിപ്പിക്കാറുണ്ടായിരുന്നത്. ഗുരുകുലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരാണ് ചാണക്യ, ആദിശങ്കരാചാര്യ, സ്വാമി വിവേകാനന്ദ്. ഇവരൊക്കെ ഗുരുകുലത്തിൽ നിന്നാണ് പഠിച്ചിറങ്ങിയത്. ഇതൊക്കെ ഞാൻ ഇന്ന് പറയാനൊരു വലിയൊരു കാരണമുണ്ട്. നമ്മളിപ്പം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിതൊന്നും അങ്ങനെ മനസ്സിലാവില്ല, ഒരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് തോന്നില്ല. ബിക്കോസ് എല്ലാവരും ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നു, നമുക്ക് ടെസ്റ്റ് ഉണ്ട്, എക്സാംസ് ഉണ്ട്, യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്, സൈക്കിൾ ടെസ്റ്റ് ഉണ്ട്, ഫൈനൽ എക്സാംസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു റിപ്പോർട്ട് കാർഡ് വരും. റിപ്പോർട്ട് കാർഡിൽ കുറേ ABCDEF ഉണ്ടാവും. കുറേ ഇപ്പം പ്ലസും മൈനസും ഒക്കെ ഉണ്ട്, A+A-. എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യമാണ് B+ഉം A- ഗ്രേഡും. എന്താ വ്യത്യാസം? നോ ഐഡിയ. പക്ഷെ അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പം എന്നിട്ട് ലാസ്റ്റ് ആ റിപ്പോർട്ട് കാർഡ് നമ്മൾ നമ്മുടെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് സൈൻ ചെയ്തും കൊണ്ടുപോകുന്നു. അപ്പം എല്ലാവർക്കും ഒരു സെയിം ടെസ്റ്റാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ചെയ്യുന്നത്. ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ സ്കൂളിൽ നമുക്ക് സ്കൂൾ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നും തന്നെ പഠിപ്പിക്കുന്നില്ല. ഇപ്പം ലൈഫ് ലെസൺസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നമുക്ക് കുറേ ഹിസ്റ്ററി ഉണ്ടായിരുന്നു, കുറേ ജിയോഗ്രഫി പഠിപ്പിച്ചു, കുറേ സിവിക്സ് പഠിപ്പിച്ചു, കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു, ഹിന്ദി പഠിച്ചു, മലയാളം പഠിച്ചു. പക്ഷേ ശരിക്കും നമുക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് പാസ് ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ വരുന്ന ചാലഞ്ചസ്, ലൈഫിൽ വരുന്ന കുറേ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി വേറെ കുറേ സ്കിൽസ് വേണം. അപ്പം ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് പോകും, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷനായി പോകും അല്ലേ. ഇപ്പം ഈ ഒരു ജനറേഷനിലാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷനും ഏറ്റവും കൂടുതൽ ലോൺലിനെസ്സൊക്കെ വരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറേഷനും അതിനേക്കാളും മുന്നിലെ ജനറേഷനും ഒരുപാട് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ പഠിച്ച രീതിയും പഠിപ്പിക്കുന്ന രീതിയും ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം ഒരു സ്കൂളിൽ ഒരു സിലബസ് ഉണ്ടാവും. ഇപ്പം CBSE ആയിരിക്കാം, ICIC ബോർഡായിരിക്കാം, പിന്നെ സ്റ്റേറ്റ് ബോർഡായിരിക്കാം. അവരെല്ലാവർക്കും സ്വന്തമായിട്ട് സിലബസ് ഉണ്ട്. അപ്പം ഒരു ക്ലാസ്സിൽ ഒരുപാട് ഭയങ്കര സ്മാർട്ടായിട്ടുള്ള പിള്ളേരും ഉണ്ടാവും, ആവറേജ് പിള്ളേരും ഉണ്ടാവും, പിന്നെ പഠിക്കാൻ താല്പര്യമില്ലാത്ത പിള്ളേരും ഉണ്ടാവും. അവർക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലായിരിക്കും ഇൻട്രസ്റ്റ്. പക്ഷേ എല്ലാവരും ഒരു 1 ഇയർ ആ ക്ലാസ്സിൽ തന്നെ നിൽക്കണം. അപ്പം ഒരുപാട് സ്മാർട്ടായിട്ടുള്ള പിള്ളേരാണെങ്കിലും ഒരു ഓപ്ഷനില്ല, അവർക്ക് പെട്ടെന്ന് ജമ്പ് ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകണമെങ്കിൽ, കുറച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ഗുരുകുലത്തിൽ പോകുന്ന പിള്ളേർക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പ്രോഗ്രസ്. ഒരു ഗുരുവിന് അവരുടെ ശിഷ്യൻ ഒരു സ്മാർട്ടാണ് എന്ന് തോന്നുന്ന സമയത്ത് ആ ഗുരുവിന് തന്നെത്താൻ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമായിരുന്നു. ഈ കൊച്ചിനെ നെക്സ്റ്റ് ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യാം, ഫുൾ ഒരു 1 ഇയർ ഇല്ലെങ്കിൽ ഇത്ര മന്ത്സ് സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആകുമ്പം ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു കൊച്ചിൻ്റെ ഒരുപാട് സമയം സേവ് ആവുക ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഗുരുകുലത്തിൽ നോക്കുമ്പം ഒരു മരത്തിൻ്റെ താഴെ ഓപ്പൺ എയറിലൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 വാൾസുള്ള ഒരു റൂമിൽ കുറേ ചെയറൊക്കെ ഇട്ട്, വിൻഡോസ് ഉണ്ടാവും ചില ക്ലാസ്സിൽ വിൻഡോ പോലും ഉണ്ടാവില്ല, ഉണ്ടാവുകയാണെങ്കിൽ ചെറിയ വിൻഡോസൊക്കെ ആയിരിക്കും. അവിടെ നമ്മൾ 7 to 8 hours ഇരുന്ന് നമ്മൾ പഠിക്കണം. നമ്മുടെ ഫോക്കസും ഒരു എക്സാം, ആ എക്സാം പാസ്സാവാൻ വേണ്ടി എങ്ങനെ പഠിക്കണം എന്നാണ് ഉള്ളൊരു ഫോക്കസാണ്. നമ്മുടെ ഗുരുകുലത്തിൻ്റെ കോൺസെപ്റ്റ് ശരിക്കും ഇന്ത്യൻ കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലേറ്റവും ആദ്യത്തെ കാര്യമാണ് ഒരു സ്കൂളിൻ്റെ സിലബസ് സെറ്റ് ചെയ്യുമ്പം ഗ്രേഡിംഗ് സിസ്റ്റം മാറ്റിയിട്ട് ആ ഓരോ കൊച്ചിൻ്റെ എബിലിറ്റി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് ആയിരിക്കണം. ഇപ്പം എല്ലാവരുടെയും IQ ഒരു ലെവലായിരിക്കില്ല. അപ്പം ഓരോ കൊച്ചിൻ്റെ
എന്താണ് എബിലിറ്റി എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ ഗ്രേഡിങ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര ബിസിനസ് മൈൻഡഡ് ആണ്. അപ്പം എങ്ങനെ പിള്ളേരെ ഏറ്റവും എക്സ്പെൻസീവ് ബുക്സും ഏറ്റവും എക്സ്പെൻസീവ് ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോഴത്തെ സ്കൂള് ഫോക്കസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ സ്കൂളിൻ്റെ സിലബസ് ഇടുന്നതും ഈ സ്കൂളിൻ്റെ കറിക്കുലം ഡിസൈഡ് ചെയ്യുന്നതും അവർക്ക് തന്നെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ആൾക്കാരാണ്. ഇപ്പം കുറേ പൊളിറ്റിക്സിലുള്ള ആൾക്കാരായിരിക്കാം, കുറേ ബിസിനസ് ഓണേഴ്സ് ആയിരിക്കാം, അവരുടെ ഒരു സൈഡ് ബിസിനസ് ആയിരിക്കാം ഒരു സ്കൂള്. അപ്പം ശരിക്കും ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ നന്നാവണം എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. ശരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഫോക്കസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് എങ്ങനെ സ്കൂൾ അല്ലെങ്കിൽ എങ്ങനെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറേ കൂടി പ്രോഗ്രസീവ് ആക്കാൻ പറ്റും, ഒരു കൊച്ചിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും എന്ന്. പിന്നെ വേറെ ഒരു കാര്യം നമുക്ക് ഗുരുകുൽ സിസ്റ്റത്തിൽ നിന്ന് നോക്കി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എങ്ങനെ ഈ ഇംഗ്ലീഷ്, ഹിസ്റ്ററി, മാത്സ്, സയൻസ് എന്നൊക്കെ മാൻഡേറ്ററി സബ്ജക്ട്സ് ആക്കി നമ്മുടെ കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വെച്ച പോലെ തന്നെ ലൈഫ് റിലേറ്റഡ് സബ്ജക്ട്സ്, അതായത് ഫിലോസഫി, സ്പിരിച്വാലിറ്റി, ആയുർവേദ, പിന്നെ മെഡിറ്റേഷൻ, ഇതൊക്കെ നമുക്ക് എങ്ങനെ മാൻഡേറ്ററി ആക്കി കൊണ്ടുവരാൻ പറ്റുമെന്നും ഇത് ശരിക്കും ഒരു കൊച്ചിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ്, മെൻ്റൽ, സ്പിരിച്വൽ, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്യും. അപ്പം സ്കൂളിൽ കഴിഞ്ഞാൽ പോലും നമ്മളെപ്പോഴും സ്കൂളിനെ പറ്റി ഓർക്കും. ബിക്കോസ് അത്രയും നല്ല ഇമ്പാക്റ്റ് ആയിരിക്കും നമുക്ക് ഫ്യൂച്ചർ, നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്കൂൾ തരുന്ന ഒരു ഗിഫ്റ്റ്. അപ്പം നിങ്ങളിതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് മാറ്റി നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നതെന്ന്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.